അതിരൂപതയുടെ വികാരി ജനറാളും അതിരൂപത സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട വർഗീസ് പൊട്ടകിലച്ചനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പെറാക് യൂബേൽ നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്ത ആരാധ്യയായ റിട്ടയർഡ് ജസ്റ്റിസ് മേരി ജോസഫ് മാഡം, അഭിമന്യ തോമസ് ചക്കേത് പിതാവേ, ഈ നൈപുണ്യ സ്ഥാപനങ്ങളുടെ സ്ഥാപക പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സെബാസ്റ്റ്യൻ കളപ്പുരക്കിലച്ച, അതിന് ഇടക്കാലത്ത് ഊർജം നൽകിയ ബഹുമാനപ്പെട്ട ജോസ് ഇടശ്ശേരി അച്ച, ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സാന്നിധ്യം വഹിക്കുന്ന ജിമ്മി കുന്നത്തൂരച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, നൈപുണ്യയുടെ അഭ്യുദയകാംക്ഷികളെ, നൈപുണ്യ കുടുംബാംഗങ്ങളെ, 25 വർഷം മുൻപ് എറണാകുളം അങ്കമാലി അതിരൂപത അഭിമന്യ ചക്കേത് പിതാവിലൂടെ സ്വപ്നം കണ്ട ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമെന്ന് വേണമെങ്കിൽ പറയാം. ഈ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിച്ച് കടന്നു പോകുന്ന നിമിഷങ്ങൾ. അന്ന് വളരെ നിസ്സാരമായും ലളിതമായും ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് നൈപുണ്യ വെൽഫെയർ സർവീസസ് എന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതിന് പിതാവിനോട് ചേർന്ന് ആ കാര്യങ്ങളെല്ലാം നിർവഹിച്ചത് കളപ്പുരക്കിലച്ചനുമാണ്. രണ്ടുപേരുടെയും സാന്നിധ്യം ഏറെ ഈ സമയത്ത് നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ആരംഭ കാലഘട്ടത്തിൽ അവർ കടന്നുപോയ വളരെ പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങളെല്ലാം തീർച്ചയായും അവർ രണ്ടുപേരും പങ്കുവയ്ക്കുമായിരിക്കും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്: എറണാകുളം അങ്കമാലി അതിരൂപത എന്നും സമൂഹത്തോട് ചേർന്ന് സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്താൻ ലാഭം ലക്ഷ്യമാക്കാതെ പ്രവർത്തിക്കുന്ന അതിരൂപതയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അഭിമന്യ ചക്കേത് പിതാവ് ഈ നൈപുണ്യ വെൽഫെയർ സർവീസസ് ആരംഭിച്ചപ്പോൾ എന്തെങ്കിലും സാമ്പത്തികമായ ലാഭം കണ്ടിരുന്നോ എന്നുള്ളത് പിതാവ് തന്നെ പറയുമായിരിക്കും. ഒരിക്കലും ഒരു ബാലൻസ് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ സർവീസ് തുടങ്ങിയത്. പിന്നെ എന്തിനു വേണ്ടി ഈ സർവീസ് തുടങ്ങി എന്നുള്ളതാണ്. സുവിശേഷത്തോടുള്ള പ്രതിബദ്ധതയും തമ്പുരാൻ കാണിച്ച സ്നേഹം എല്ലാവർക്കും പകർന്നു കൊടുക്കാനും, ഇവിടെ പലപ്പോഴും നമ്മൾ എന്നും കേൾക്കുന്ന സ്ത്രീ ശാക്തീകരണം എന്നുള്ള വലിയ സ്വപ്നം ലക്ഷ്യം കണ്ടുകൊണ്ടുമാണ്. പക്ഷേ സ്ത്രീ ശാക്തീകരണം സംഭവിക്കുമ്പോൾ അതോടൊപ്പം നടക്കുന്ന 2 കാര്യങ്ങൾ കൂടെയുണ്ട്. ഒന്ന് കുടുംബ ശാക്തീകരണമാണ്, അതോടൊപ്പം ഒരു സാംസ്കാരികമായ ഉന്നതി കൂടെയാണ്. കാരണം ഈ നൈപുണ്യ വെൽഫെയർ സർവീസസിലെ നൈമേഡ്സിലെയും കുടുംബാംഗങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ ഒത്തിരിയേറെ പേര് കണ്ടിട്ടുള്ളവരാണ്, അതിന് ഗുണമനുഭവിക്കുന്നവരാണ്. നമ്മൾ പല സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോഴും പലയിടങ്ങളിൽ ചെല്ലുമ്പോഴുമൊക്കെ അത് എയർപോർട്ടാകാം, ആശുപത്രിയാകാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകാം, അവിടെയെല്ലാം അവർ ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് സമാനതകളില്ലാത്തതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ അഭിമാനത്തോടെ സേവനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ LF ആശുപത്രിയിൽ ഡയറക്ടറായിരുന്ന അവസരത്തിൽ നൈപുണ്യ വെൽഫെയർ സർവീസസിൻ്റെ ജോലിക്കാരുമായിട്ടൊക്കെ കാണാനും സംസാരിക്കാനും പല മീറ്റിങ്ങുകൾ പങ്കെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഓരോ ദിവസവും അവിടെ സേവനത്തിനായിട്ട് വരുന്നത് തികഞ്ഞ അഭിമാനത്തോടെയാണ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ്. രണ്ടാമതായി ചെയ്യുന്ന ജോലിയുടെ ഗുണമേന്മ ഉറപ്പാക്കാനും അവർ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ ഏത് ജോലി ചെയ്താലും അത് അഭിമാനത്തോടെ ചെയ്യാൻ, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സമൂഹത്തിന് ഞാൻ നൽകുന്ന ഒരു സേവനമായും ശുശ്രൂഷയായും കാണാൻ കഴിയുന്ന ഒരു സാംസ്കാരിക ഔന്നത്യത്തിലേക്കും വളരുവാൻ കഴിഞ്ഞു ഈ നൈപുണ്യ വെൽഫെയർ സർവീസസിൻ്റെ സേവനങ്ങൾ കൂടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുക, അഭിമാനത്തോടെ സേവനം ചെയ്യും. അതിനവരെ പ്രാപ്തരാക്കിയത് എറണാകുളം അങ്കമാലി അതിരൂപത തുടങ്ങി വെച്ച ഈ സേവന പദ്ധതിയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ 1250 പരം കുടുംബങ്ങൾ അവർക്ക് ലഭിക്കാമോ ഇതുപോലെയുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു എനിക്കറിയില്ല. പക്ഷേ മറ്റു പല സാധ്യത ഉണ്ടാകുമായിരുന്നിരിക്കാം. പക്ഷെ ഇതുപോലെ അഭിമാനത്തോടെ ഈ സ്ഥാപനങ്ങളിൽ ഇന്ന് ലഭിക്കുന്ന എല്ലാ സേവന ആനുകൂല്യങ്ങൾ എന്തെല്ലാം ഉണ്ട് അതോടുകൂടെ സേവനം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ അതിരൂപത ചെയ്യുന്ന ഈ വെൽഫെയർ സർവീസ് കൂടെ ചെയ്യുന്ന സേവനങ്ങൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ തന്നെ തൊഴിലിനെ നോക്കിക്കാണുന്ന രീതിക്കും അതുപോലെ സ്ത്രീ ശാക്തീകരണം നൽകുന്ന സംഭാവനയും തീർച്ചയായും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതുപോലുള്ള സംരംഭങ്ങൾക്ക് നമ്മളാൽ ആകുന്ന വിധം സഹായ സഹകരണങ്ങൾ നൽകേണ്ടതുമാണ്. അതുകൊണ്ട് അതിന് നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജിമ്മി അച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം ഓർക്കുന്നു, അഭിനന്ദനം അറിയിക്കുന്നു.
ഇത് തുടങ്ങി വയ്ക്കാൻ ചക്കേത്ത് പിതാവും കളപ്രകശനും കാണിച്ച നല്ല മനസ്സിന് നിങ്ങൾ രണ്ടുപേരെയും ഏറ്റവും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. നമുക്കൊരു കയ്യോടെയോടെ നമ്മുടെ സമയം നൽകാൻ നോക്കും. അതുപോലെ നൈപുണ്യ കുടുംബാംഗങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന സേവനം, നിങ്ങളാണ് നൈപുണ്യയുടെ ചാമ്പ്യൻസ്, അംബാസിഡേഴ്സ്. എവിടെ ചെല്ലുമ്പോഴും ഇന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇടങ്ങളിൽ നൈപുണ്യ ഒരു ബ്രാൻഡ് നെയിമാണ്. അത് വെറും പേരെഴുതി വെച്ചുകൊണ്ടല്ല, നിങ്ങൾ ചെയ്യുന്ന അഭിമാനപൂർവ്വം ചെയ്യുന്ന ഗുണമേന്മയുള്ള സേവനം വഴി ഈ ഒരു ബ്രാൻഡ് സമൂഹത്തിൽ ബ്രാൻഡഡായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ ജൂബിലി വർഷം ഇനി ഏതെല്ലാം തരത്തിൽ ഇതിൻ്റെ സേവനങ്ങൾ വിപുലപ്പെടുത്താനോ മെച്ചപ്പെടുത്താനോ കഴിയുമോ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമാണ്. നാളിതുവരെ കൈപിടിച്ച് നടത്തിയ എല്ലാവരെയും, അത് വൈദികർ മാത്രമല്ല, അൽമായ സഹോദരങ്ങളുണ്ട്, നല്ല ടീം വർക്കുണ്ട്, അവരെ നന്ദിപൂർവ്വം ഓർക്കാനുള്ള അവസരം കൂടെയാണ്. ഈ ജൂബിലിയുടെ എല്ലാവിധ നന്മകളും മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നൈപുണ്യ വെൽഫെയർ സർവീസസും നൈമേഡ്സിൻ്റെ സർവീസും ഇനി ഒത്തിരിയേറെ പേർക്ക് ഗുണകരമാകട്ടെ. നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.